എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ സംഭവബഹുലമായ ഞങ്ങളുടെ അൽമാത്തി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ അതിരാവിലെ തന്നെ യാത്ര പുറപ്പെടുന്നത് കസാക്കിസ്ഥാനിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ കോൾസായി ലേക്കിലേക്കാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എർത്ത്ക്വേക്കിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സമുദ്രനിരപ്പിൽ നിന്നും ഒത്തിരി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ അതിരാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. നേരമൊക്കെ വെളുത്തു വരുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ പാഴ്സലായിട്ട് കയ്യിൽ കരുതിയിരിക്കുകയാണ്. അങ്ങനെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ്. ഏകദേശം 300 കിലോമീറ്റർ യാത്ര ചെയ്യണം കോൾസായി ലേക്കിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ അതിൽ ഒരു മിനിറ്റ് പോലും നമ്മൾ വെറുതെ കളയാൻ തയ്യാറല്ല. റീൽസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനും അതിൻ്റെ പ്രാക്ടീസും ഒക്കെ അങ്ങോട്ട് കൊടുമ്പിരി കൊള്ളുകയാണ്. പുറത്താണെങ്കിൽ കണ്ണെത്താ ദൂരത്തോളം മഞ്ഞുപാളികൾ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഓരോരോ ഐഡിയാസ് ഒക്കെ വരുന്നത് കേട്ടോ. പിന്നല്ല, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മളങ്ങനെ ബാക്കി വെക്കാൻ പാടില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ആ മഞ്ഞ് പാടം പോലെ കിടക്കുന്ന സ്ഥലത്ത് തന്നെ വണ്ടി നിർത്തിച്ചു. അവിടെ ചാടി ഇറങ്ങി. ഭയങ്കര തണുപ്പാണ്, പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹം ആണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞങ്ങൾ പല റീൽസിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ മുഴുവനും കുറച്ച് നേരത്തേക്ക്. അങ്ങനെ തണുത്ത് വിറച്ച് ആഗ്രഹിച്ചതുപോലെയൊക്കെ റെക്കോർഡിംഗ് ഒക്കെ നടത്തി പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്തു. ഫുൾ സെറ്റപ്പിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ചൂടുവെള്ളം, ഫ്ലാസ്ക്, കോഫി പൗഡർ, കപ്പ് എന്ന് വേണ്ട സ്നാക്സ് എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിരുന്നു. ഞങ്ങൾ ഏകദേശം കോൾസായി ലേക്കിലേക്ക് അടുത്തു എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ഭംഗി ശരിക്കും ഞാനിവിടെ വിവരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അല്ലേ. ബസ്സിൻ്റെ സൈഡ് വിൻഡോയിലൂടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവാഞ്ഞിട്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന് അതിൻ്റെ ഭംഗി മൊത്തത്തിൽ ഒപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. അങ്ങ് താഴെ തണുത്തുറഞ്ഞു കിടക്കുകയാണ് കോൾസായി ലേക്ക്. അപ്പോൾ അവിടേക്ക് എത്തിച്ചെല്ലാനായിട്ട് നമ്മൾ കുറച്ചധികം ദൂരം നടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡോങ്കിയുടെ പുറത്ത് കയറിയിട്ടും യാത്ര ചെയ്യാം. എന്തായാലും ഞങ്ങൾ നടന്ന് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആദ്യം നല്ല കുത്തനെയുള്ള ചെരിവാണ്. ശരിക്കും ഇവിടെ പോകുന്ന വിൻ്ററിൽ ഇവിടെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഏറ്റവും നല്ല ഗ്രിപ്പുള്ള ഒരു ബൂട്ട്സ് കരുതുക എന്നുള്ളതാണ്. ബൂട്ട്സിന് ഗ്രിപ്പില്ലെങ്കിൽ ഭയങ്കരമായിട്ട് തെന്നി വീഴാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ അങ്ങനെ പിടിച്ചൊക്കെ ഞങ്ങൾ താഴേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്ന് പിന്നെ നമുക്ക് സൈഡിൽ നല്ല സ്റ്റെപ്പുകൾ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റെപ്പാണേലും മഞ്ഞിൽ തെന്നി വീഴാതെ സൂക്ഷിച്ച് കൈപ്പിടിയൊക്കെ പിടിച്ച് ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി ചെന്നു. സുന്ദരിയായിട്ടുള്ളൊരു യുവതി ഏത് കളറിലെ സാരി ഉടുത്താലും അതിമനോഹരമായിരിക്കും എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ കോൾസായി ലേക്ക് സമ്മറിലും വിൻ്ററിലും അതിൻ്റേതായ ഭംഗിയാണ് അതിന്. സമ്മറിൽ ചെല്ലുന്നവർ പറയും ഇത്രയും മനോഹരമായൊരു കാഴ്ച വേറെ ലോകത്തെവിടെയുമില്ല എന്ന്. അതുപോലെ തന്നെ വിൻ്ററിൽ ചെല്ലുന്നവർക്കും അതേ അനുഭവം തന്നെയാണ് ഉള്ളത്. അതിമനോഹരിയായ കോൾസായി ലേക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ട്രഡീഷണലായിട്ടുള്ള കസാക്കിസ്ഥാൻ ഡ്രസ്സൊക്കെ ഇട്ടിപ്പിച്ച് നമ്മുടെ കയ്യിലൊരു വലിയ ഫാൽക്കണയൊക്കെ തന്ന് നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ അവരെടുത്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ ഒരു ട്രയലും കൂടെ അവിടെ നടത്തി.
ശരിക്കും ഭയങ്കര ഹെവിയാണ് ഈ ഫാൽക്കൺ, നമ്മുടെ കൈ ഒടിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗാണ്. പക്ഷേ അവർ പറയുന്ന പോലെയൊക്കെ ആക്ഷനൊക്കെ കാണിച്ച് അവിടെ അങ്ങ് നിന്നാൽ മതി. അവസാനത്തെ റിസൾട്ട് സൂപ്പറായിരുന്നു കേട്ടോ. വിൻ്ററിൽ ഇവിടെ നേരത്തെ തന്നെ സൺസെറ്റ് ആകും. ഏകദേശം 5 മണിയോടെ തന്നെ നന്നായിട്ട് ഇരുട്ട് വീണ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വേഗം തന്നെ ചെന്നെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മനസ്സോടെയാണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ചാരിൻ കാനിയനാണ്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചാരിൻ കാനിയനിൽ എത്തിച്ചേർന്നു. അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ അതിനോട് തന്നെ കിടപിടിക്കുന്ന ഒരു പ്രകൃതിയുടെ അത്ഭുതം, ഒരു പ്രകൃതിയുടെ വിസ്മയം ഇവിടെയും ഈ കസാക്കിസ്ഥാനിലും ഉണ്ട് എന്നുള്ളത് ഈയിടെയാണ് അറിഞ്ഞത്. ഈവനിങ് ആയതുകൊണ്ടായിരിക്കാം അധികം ടൂറിസ്റ്റ് തിരക്കും ബഹളമൊന്നും ഇവിടെ ഇല്ല. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെന്നു. ശരിക്കും ഇതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് നന്നായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ അതിന് പകരം 4 പേർക്കോ 6 പേർക്കോ ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വണ്ടികളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോവേണ്ടത്. അപ്പോൾ സമയം കഴിയും തോറും കാറ്റിൻ്റെ ശക്തി കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവരും വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. എങ്കിലും കുറച്ച് സമയത്തെ ഒരു കൺഫ്യൂഷന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് കാറ്റിൻ്റെ ഗതിയും ഭാവവും എല്ലാം മാറി. വീഡിയോ എടുക്കുന്ന എൻ്റെ മൊബൈൽ വരെ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോകും എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. വ്യൂ പോയിൻ്റ് വരെ പോകണ്ട, തിരിച്ചു പോകാം എന്നുള്ള ഒരു രീതിയിലായി ഞങ്ങൾ. പക്ഷേ ഇതൊരൊറ്റയടി പാത പോലെയാണ് ഇത് പോകുന്നത്. ആ വണ്ടി ഒന്ന് തിരിച്ചെടുക്കണമെങ്കിൽ തന്നെ ആ വ്യൂ പോയിൻറ്റിന് അവിടെ എത്തിയിട്ട് നമുക്ക് വണ്ടി തിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ലേഡിയായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവർ. അപ്പോൾ അവൾക്കും പേടിയായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്തായാലും ഞങ്ങൾ ദൈവത്തെയൊക്കെ മുറുകെ പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ശരിക്കും ഒരു മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ളൊരു നൂൽപ്പാലത്തിൽ കൂടെ പോകുന്ന ഒരു ഫീലായിരുന്നു. കാരണം വണ്ടി വരെ കാറ്റിൻ്റെ ശക്തിയിൽ മറിഞ്ഞു പോകുമോ എന്ന് തന്നെ ഞങ്ങൾ പേടിച്ചു. അതുപോലത്തെ ഭയങ്കരമായ കാറ്റായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാറ്റിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞു. ഞങ്ങൾ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തി. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. ചാരിൻ കാനിയൻ്റെ വ്യൂസൊക്കെ ഇങ്ങനെ കണ്ട് ആശ്വസിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് യാത്ര പുറപ്പെട്ടു. നല്ല ക്ഷീണമായിരുന്നു. എല്ലാവരും ഒന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് ഭയങ്കര മഴ പെയ്യുന്ന പോലെ തോന്നി ഞങ്ങൾ ഉറക്കം ഉണർന്നത്. നോക്കുമ്പോൾ കാലാവസ്ഥ നന്നേ മാറിയിരിക്കുന്നു. ഭയങ്കര കാറ്റും മഞ്ഞ് നന്നായിട്ട് പെയ്യുന്നുണ്ട്. റോഡൊക്കെ മഞ്ഞിൽ മൂടിക്കഴിഞ്ഞു. കാഴ്ച മറയ്ക്കുന്ന വിധത്തിലാണ് ഈ മഞ്ഞും കാറ്റും എല്ലാം ഉള്ളത്. ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർക്ക് മാത്രമേ ഇത്തരം കാലാവസ്ഥകളിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മഞ്ഞുവീഴ്ച കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണ്. ഇടയ്ക്ക് കണ്ട ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി എല്ലാവരും ഒന്ന് കാപ്പിയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി. മഞ്ഞ് അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും മഞ്ഞ് പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അല്ലേ? പക്ഷേ ഭയങ്കര കാറ്റത്ത് ഈ മഞ്ഞ് പെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ മുഖത്തേക്ക് കുറേ കുപ്പിച്ചില്ലുകൾ ഇങ്ങനെ വാരി എറിയുന്ന ഒരു ഫീലാണ്. മഞ്ഞുവീഴ്ച ഇനിയും തുടർന്നുകൊണ്ടിരുന്നാൽ ബസ്സിനൊന്നും റിസോർട്ട് വരെ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. കാരണം വഴിയെല്ലാം ബ്ലോക്കായി പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഷനും ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തായാലും ഒരു 10-11 മണിയോടെ ഞങ്ങൾ ഒരു റിസോർട്ടിന് കുറച്ച് താഴെ വരെ ഞങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഇനി മുകളിലേക്ക് ബസ്സിന് പോകാനായിട്ട് പറ്റില്ല. റിസോർട്ടിൽ നിന്ന് ചെറിയ വാഹനങ്ങൾ വന്നിട്ട് വേണം ഞങ്ങളെയും ഞങ്ങളുടെ ലഗേജും ഒക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഓരോ വണ്ടികൾ വന്ന് കുറച്ച് പേരെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നിലാത്തഴിച്ച് വിട്ട കോഴിയുടെ അവസ്ഥയായിരുന്നു. ഇതിലൊക്കെ കാലോട്ട് തട്ടാൻ പറ്റും. നമ്മുടെ സ്റ്റെപ്പില്ല ഇത് ആണോ? എടുക്കുന്നുണ്ട്. മൂക്കിൽ കൂടെ വെള്ളം വരുന്നത്.
ഇതാണ് ട്രീ ഹൗസ് എന്ന് പറഞ്ഞ ഈ റിസോർട്ട്. ശരിക്കും ഇന്നലെ രാത്രി 1 മണിയൊക്കെ ആയി ഞങ്ങൾ ഇതിൻ്റെ റൂമിൽ എത്തിച്ചേരുമ്പോൾ. അപ്പോൾ അതുപോലെ -11 ഡിഗ്രി ആയിരുന്നു അന്നത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ആകെ കൺഫ്യൂഷനായിരുന്നു, എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു ബോധവുമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ അവസ്ഥയും ഇതൊക്കെ ശരിക്കും മനസ്സിലാവുന്നത്. ലിഫ്റ്റൊന്നുമില്ല, നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട്. ലഗേജൊക്കെ എടുത്തു തരാനായിട്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത്. രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. പക്ഷേ എങ്ങോട്ട് പോകണം, ഏതാണ് വഴി എന്നൊന്നും ആർക്കും അറിയില്ല. അവസാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ വന്നു. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ ചിലവഴിച്ചു. സ്നോയിൽ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നോ, സാരി ഉടുത്ത് മഞ്ഞിൽ പാട്ടുപാടി റീൽസ് എടുക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനായിട്ടെല്ലാം റെഡിയാക്കിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഇന്നലെ വന്നപ്പോഴത്തെ അവസ്ഥ -11 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഇതൊന്നും നടക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹമാണല്ലോ ഏറ്റവും വലുത്. അതുകൊണ്ട് ഞങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലരും കഷ്ടപ്പെട്ട് റീൽസൊക്കെ എടുത്തു. മഞ്ഞെടുത്തെന്ന് പറഞ്ഞേ വട്ടം കറങ്ങിക്കേ. ഓടി വാ. അയ്യോ സാരില്ല, നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു റീലും റെഡിയാക്കി. നമ്മൾ രാവിലെ മുറ്റം അടിക്കുന്നത് പോലെ ഇവരിവിടെ ചെയ്യുന്നത് സ്റ്റെപ്പിലും ഒക്കെയുള്ള വഴിയിലും സ്റ്റെപ്പിലും ഒക്കെയുള്ള മഞ്ഞ് കോരി മാറ്റുക എന്നുള്ളതാണ്. ഞങ്ങളുടെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ കൈവരിയിലെയും സ്റ്റെപ്പിലെയും എല്ലാം മഞ്ഞെല്ലാം മാറ്റിയിട്ടേക്കുന്നു. ശരിക്കും ഞങ്ങൾക്കതൊരു സങ്കടമായിപ്പോയി. ഇപ്പോൾ സമയം ഏകദേശം 11:30യോളമായി. ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയം ആകുന്നു. ഇനി ഒരു 200 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം ഞങ്ങൾ കൽമാറ്റി സിറ്റിയിലെത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഞങ്ങൾ ഇവിടുന്ന് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ശരിക്കും ഈ ലഗേജ് എടുത്ത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പണിയാണ്. വിദ്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറഞ്ഞത് ശരിക്കും വാസ്തവമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ തോന്നുന്നു. ഒരു ബാഗ് എടുത്തൊരു സ്റ്റെപ്പ് പോലും കയറാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇവർ നിഷ്പ്രയാസമാണ് അതെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ഇനി പോകുന്നത് അൽമാത്തി സിറ്റിയിലേക്കാണ്. അൽമാത്തി സിറ്റിയിൽ തന്നെയുള്ള ഒരു പാർക്കിൽ ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചു. വളരെ മനോഹരമാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പക്ഷേ തണുപ്പിൻ്റെ ആ ഒരു കൂടുതൽ കാരണം അധിക സമയം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇവിടെ ഞങ്ങൾ വളരെ മനോഹരമായ ഒരു ചർച്ച് കണ്ടു. ഒരു അതിപുരാതനമായ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. തടികൾ കൊണ്ട് തന്നെയുള്ള ആണികൾ വരെയാണ് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു മെറ്റലിൻ്റെ ഒരു പീസ് പോലും ഇതിൻ്റെ നിർമ്മിതിയിൽ ഉപയോഗിച്ചിട്ടില്ലത്രേ.
എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിന്നറിനായിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. സൂപ്പറാണോ ഫുഡ്? ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശരിക്കും ഞങ്ങൾ അവിടെയുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ നടക്കുന്നതിനിടയ്ക്കും പറ്റുന്നത് പോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും റീൽസ് എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടായിരിക്കാം അതിനടുത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ കുറേ സ്റ്റുഡൻസ് ഒക്കെ അതിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ ഗൈഡിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മ്യൂസിക്കിനനുസരിച്ച് ഇവർ കുറച്ച് സ്റ്റെപ്പ് ഇടുമോ എന്ന് ചോദിച്ചു. കേട്ട പാതി കേൾക്കാതെ പാതി ഞങ്ങൾ റെഡിയായി. He's asking, did you like the song that we picked? And we picked. And how was the feelings after that? How did you feel dancing? We enjoyed. First of all, we are thankful to you, gratitude for this warm welcome to your country, and we enjoyed every bit of it. It's very nice to play for you. Yeah. It was a small bit, not practice, but yeah. I thought Sujiriya Rahmat was. എയർപോർട്ടിൽ എത്തിച്ചേരാനായിട്ട് കുറച്ചുകൂടെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയം കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഒരു മാളിൽ ഞങ്ങൾ ആ സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് ദിവസത്തെ പരിചയമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഒരു നല്ല ആത്മബന്ധം സ്ഥാപിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ ഞങ്ങളെ യാത്രയാക്കി. ഇത്രയും നേരം കളിച്ച് നടന്ന ഇവരുടെയൊക്കെ ഫേസ് കണ്ടോ, പിന്നെയും ആ സെയിം കോക്കനട്ട് ട്രീയിലേക്ക് കയറാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെയാണ് ഫേസിൽ കാണുന്നത്. എന്തായാലും ഇനിയും ഇതുപോലെ യാത്രകൾ നടത്തണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ദുബൈയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. துடிக்கிறேன்